ഹായ് ഗൈസ്, വെൽക്കം ടു അൺഫിൽട്രേറ്റ് ട്രാക്സ്. അടുത്തിടെ നമ്മൾ വാർത്തകളിൽ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് FCRA ലൈസൻസ് റദ്ദാക്കി എന്നത്. ലോക പ്രശസ്തമായ മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി മുതൽ CPR പോലെയുള്ള വലിയ സൊസൈറ്റികൾ വരെ ഇതിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നു എന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ നിയമം? വിദേശത്തു നിന്നും വരുന്ന പണം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുമോ? ഈ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലാണോ? അൺഫിൽട്രേറ്റ് ട്രാക്സ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് FCRA എന്ന വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തെക്കുറിച്ചാണ്. 1976 ഇന്ദിരാഗാന്ധി ഭരണകാലത്ത് FCRA അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ആദ്യമായി നിലവിൽ വരുന്നത്. അന്ന് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് തടയുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ 2010 പിന്നീട് 2020 മോഡി സർക്കാർ ഇതിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി. ലളിതമായി പറഞ്ഞാൽ, ഒരു വ്യക്തിയോ സംഘടനയോ വിദേശത്തു നിന്നും പണം സ്വീകരിക്കണമെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം. ഇത് കൃത്യമായ ഇടവേളകളിൽ പുതുക്കണം. ഇന്ത്യയുടെ പരമാധികാരം, അഖണ്ഡത എന്നിവയെ ബാധിക്കുന്ന രീതിയിൽ ഈ പണം ഉപയോഗിക്കരുത് എന്നതാണ് ഇതിൻ്റെ പ്രധാന നിബന്ധന. 2020 കൊണ്ടുവന്ന ഭേദഗതിയാണ് പല സംഘടനകളുടെയും നട്ടെല്ലൊടിച്ചത്. ഇതിലെ പ്രധാന പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. മുമ്പ് വിദേശത്ത് കിട്ടുന്ന പണത്തിൻ്റെ 50% വരെ ശമ്പളത്തിനും വാടകയ്ക്കും ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ പുതിയ നിയമം ഇത് 20% കുറച്ചു. വലിയ രീതിയിൽ ഫീൽഡ് വർക്ക് നടത്തുന്ന NGOകൾ ഇതോടെ ജീവനക്കാരെ നിലനിർത്താൻ പറ്റാതെയായി. അടുത്തതായി നോ സബ് ഗ്രാൻഡിങ്. ഉദാഹരണത്തിന്, വിദേശത്തു നിന്നും പണം വാങ്ങുന്ന ഒരു വലിയ സംഘടനയ്ക്ക് ആ പണം ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ചെറിയ സംഘടനകൾക്ക് കൈമാറാൻ കഴിയില്ല. ഇതോടെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലയ്ക്കും. അടുത്തതായി SBI അക്കൗണ്ട്. ഇന്ത്യയിൽ എവിടെയും സംഘടനയാണെങ്കിലും വിദേശ പണം സ്വീകരിക്കാൻ ഡൽഹിയിലെ SBI മെയിൻ ബ്രാഞ്ചിൽ നിന്നും അക്കൗണ്ട് വേണം. ഇത് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ കാര്യമെടുത്താൽ ഇത് അതീവ ഗൗരവമാണ്. നമ്മുടെ സാമൂഹിക മുന്നേറ്റത്തിൽ NGOകൾക്ക് വലിയ പങ്കുണ്ട്. വിദേശ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൗജന്യ ഡയാലിസിസ് സെൻ്ററുകൾ, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ എന്നിവയ്ക്ക് ഫണ്ട് നിലയ്ക്കുന്നത് സാധാരണക്കാരായ രോഗികളെ വലിയ തോതിൽ ബാധിക്കും. ആദിവാസി മേഖലകളിലും മലയോര മേഖലകളിലും പ്രവർത്തിക്കുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിൽ പലതും വിദേശത്തു നിന്നുള്ള വ്യക്തികളുടെ സ്പോൺസർഷിപ്പാണ് നടത്തുന്നത്. കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്ഥാപനങ്ങൾ, മുസ്ലിം സംഘടനകളുടെ കീഴിലുള്ള യത്തീംഖാനകൾ, ഹിന്ദു സേവാസ് എന്നിവയോടൊപ്പം കൃത്യമായ രേഖകളില്ലെങ്കിൽ ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല. പ്രളയകാലത്തും മറ്റും വിദേശത്തു നിന്നും വലിയ തോതിൽ സഹായം ലഭിക്കാറുണ്ട്. എന്നാൽ ഇനി ഓരോ രൂപയും കൃത്യമായി ചാനലിലൂടെ വന്നില്ലെങ്കിൽ അത് വലിയ നിയമക്കുരുക്കിന് വഴിവെക്കും. എന്തുകൊണ്ട് സർക്കാർ ഇത്ര കർശനമാക്കുന്നു? സർക്കാരിൻ്റെ വാദം, പല സംഘടനകളുടെയും ഈ പണം ഉപയോഗിക്കുന്ന നിർബന്ധിത പദപരിവർത്തനം നടത്തുന്നു, വികസന പദ്ധതികൾക്കെതിരെ, ഉദാഹരണത്തിന് വിഴിഞ്ഞം തുറമുഖം അല്ലെങ്കിൽ വലിയ ഡാമുകൾക്കെതിരെ സമരം ചെയ്യാൻ ആളുകൾ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ മണി ലോണ്ടറിംഗ് തടയേണ്ടത് അത്യാവശ്യമാണെന്നും സർക്കാർ പറയുന്നു. ചുരുക്കത്തിൽ, സുതാര്യത നല്ലതാണ്, പക്ഷേ അത് സേവന പ്രവർത്തനങ്ങളുടെ കഴുത്തറക്കുന്നതാകരുത്. നമ്മുടെ ചുറ്റുമുള്ള പല നല്ല സ്ഥാപനങ്ങളും ഈ നിയമക്കുരുക്കിൽപ്പെട്ട് പ്രവർത്തനം നിർത്തേണ്ടി വരുന്നത് കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് വലിയ നഷ്ടമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായി അൺഫിൽട്രേറ്റ് ട്രാക്സ് ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.